ഈശോയിൽ പ്രിയമുള്ളവരെ, എന്തൊരാനന്ദത്തിൻ്റെ ദിനമാണിന്ന്. നമ്മുടെ സ്വർഗീയ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജന്മദിനം, പിറവിത്തിരുന്നാൾ. ഹാപ്പി ബർത്ത്ഡേ മേരി അവർ മദർ എന്ന് പാടാനുള്ള സന്തോഷത്തിൻ്റെ ദിനം. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ കന്യകാമറിയം ബത്ലഹേമിലെ ആ കാലിത്തൊഴുത്തിൽ ദൈവപിതാവിൻ്റെ അരുമ മകനെ മടിയിൽ സ്വീകരിച്ചു. അങ്ങനെ പാപമില്ലാത്തവൾ, പാപകളങ്കമേശമില്ലാത്ത ദൈവത്തിൻ്റെ അരുമസുതനെ ഓമനിക്കുന്നു, താരാട്ടുപാടുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് വിശ്വാസത്തിൻ്റെ പിതാവായ അബ്രഹാം തൻ്റെ അരുമസുതനെയും കൊണ്ട് മോറിയ മലയിലേക്ക് പോയതുപോലെ തന്നെ 33 വർഷങ്ങൾക്കു ശേഷം ഈ അമ്മ തൻ്റെ അരുമസുതനോടൊപ്പം കാൽവരി മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ആ അരുമസുതൻ്റെ ആത്മബലിയിൽ പങ്കുചേരാൻ കുരിശിൽ സ്വയം ആത്മാർപ്പണം ചെയ്യുന്നതിന് മുൻപ് യേശുനാഥൻ എല്ലാം പൂർത്തിയായി ഉച്ചരിക്കുന്നതിന് മുൻപ് തൻ്റെ അരുമ ശിഷ്യനെ നോക്കിക്കൊണ്ട് പ്രിയങ്കരിയായ അമ്മയെ ഉദ്ദേശിച്ച് പറയുന്നു, ഇതാ നിൻ്റെ അമ്മ എന്ന്. ആ അമ്മയോട് അരുൾ ചെയ്യുന്നു, ഇതാ നിൻ്റെ മകൻ എന്നും. കാൽവരി മലയുടെ ഉച്ചിയിൽ ആ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന യോഹന്നാൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ വെറുമൊരു ഇസ്രായേൽക്കാരൻ മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ ക്രൈസ്തവ വിശ്വാസികളുടെയും പ്രതിനിധിയാണ് യോഹന്നാൻ. അങ്ങനെ ആ ശിഷ്യനിലൂടെ നമ്മെ സ്നേഹിക്കുന്ന, നമ്മോട് പക്ഷം ചേരുന്ന, നമുക്ക് വേണ്ടി സ്വർഗസന്നിധിയിൽ നിരന്തരം മാധ്യസ്ഥം വഹിക്കുന്ന സ്നേഹമയിയായ ഒരു സ്വർഗീയ അമ്മയെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ആ അമ്മയുടെ ജന്മദിനം തീർച്ചയായും അനുഗ്രഹത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ദിനം തന്നെയാണ്. ആ അമ്മയെപ്പോലെ നമ്മുടെയും ജീവിതം എന്നും സ്വർഗസന്നിധിയിൽ പ്രീതികരമായി തീരുവാൻ, ദൈവത്തിൻ്റെ കൃപാവരത്തിലായിരിക്കുവാൻ തീരുമാനമെടുക്കേണ്ട ഒരു ദിനമാണിന്ന്. ആര് ഉപേക്ഷിച്ചാലും ഈ അമ്മ നമ്മോടൊപ്പം ഉണ്ടാകും. കാൽവരി മലയിലേക്ക് തൻ്റെ അരുമസുതൻ കടന്നു പോകുമ്പോൾ മറ്റ് ശിഷ്യന്മാരെല്ലാം ഓടി ഒളിച്ചപ്പോഴും അമ്മ കൂടെയുണ്ട്. അങ്ങനെ ആഘോഷത്തിൻ്റെ അവസരങ്ങളിൽ മാത്രമല്ല, ഉദാഹരണമായി കാനായിലെ കല്യാണ വിരുന്നിൻ്റെ അവസരത്തിൽ ഈ അമ്മ അരുമ മകനോടൊപ്പമുണ്ട്. അതേപോലെ തന്നെ പീഡാനുഭവങ്ങളുടെയും നൊമ്പരങ്ങളുടെയും നിമിഷങ്ങളിലും അമ്മ കൂട്ടിനായി കൂടെ ഉണ്ടാകും. യേശുവിനോടൊപ്പം അനുഗമിച്ച അമ്മ തീർച്ചയായും നമ്മുടെ അനുദിന ജീവിതത്തിലെ നൊമ്പരങ്ങളുടെയും ദുഃഖങ്ങളുടെയും വ്യഥകളുടെയും നിമിഷങ്ങളിൽ ആശ്വാസമായി കൂടെ ഉണ്ടാകും. ഇതാണ് നമുക്കുള്ള ഏറ്റവും വലിയ ആശ്വാസം. ആ അമ്മയുടെ ജന്മദിനം അതുകൊണ്ട് തന്നെ കൂടുതൽ സന്തോഷപ്രദമാണ്. സ്വർഗസന്നിധിയിൽ നമുക്ക് വേണ്ടി ഇന്നും എന്നും ഈ സ്വർഗീയ അമ്മ പരിശുദ്ധ കന്യകാമറിയം നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. സ്വർഗസന്നിധിയിൽ നിന്ന് കൃപാവരങ്ങളുടെ സമൃദ്ധിയിലേക്ക് നമ്മെ എന്നും കൈപിടിച്ചു നടത്തും. എന്തുകൊണ്ട്
ഈ ജനന തിരുനാൾ സെപ്റ്റംബർ 8 ആഘോഷിക്കുന്നു. മാതാവിൻ്റെ ജന്മഭവനമെന്ന് കരുതപ്പെടുന്ന സ്ഥലത്ത് അവിടുത്തെ ദേവാലയ കൂദാശ ചെയ്യപ്പെട്ട ദിനമാണ് ഈ സെപ്റ്റംബർ 8 എന്നാണ് ചരിത്രം നമ്മോട് പറയുക. മാതാവിൻ്റെ ഭവനം എന്ന് പറയപ്പെടുന്നത് ഇന്നത്തെ ടർക്കിയുടെ സമീപത്തുള്ള സെലൂക്കിൽ നിന്നും 7 കിലോമീറ്റർ അകലെയായി എഫേസൂസിന് അടുത്താണ്. അവിടെ കത്തോലിക്ക സഭയുടെ ഭരണത്തിന് കീഴിലുള്ള ഈ ഒരു സ്ഥലം യഥാർത്ഥമായി കണ്ടുപിടിച്ചതിൻ്റെ പിന്നിൽ വാഴ്ത്തപ്പെട്ട അന്ന കാതറിൻ എമറിച്ചിൻ്റെ ഒരു ദർശനത്തിൻ്റെ കൂടെ സ്ഥിരീകരണമുണ്ട്. 1774 മുതൽ 1824 വരെയാണ് അന്ന കാതറിൻ്റെ ജീവിത കാലഘട്ടം. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ അവരെ 2004 ഒക്ടോബർ 3 വാഴ്ത്തപ്പെട്ടവൾ എന്ന് പ്രഖ്യാപിച്ചു. അവളുടെ ഈ ദർശനങ്ങളുടെ എല്ലാം കാര്യങ്ങൾ ക്ലെമൻസ് ബെൻതാനോ എന്ന ഒരു സ്കോളർ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. മാത്രമല്ല, ഈ എഫേസൂസിന് സമീപമുള്ള പരിശുദ്ധ കന്യകാമാതാവിൻ്റെ ഭവനമെന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് 1896 ലിയോ 13 മാർപ്പാപ്പ സന്ദർശിക്കുകയും അതേപോലെ തന്നെ ഏറ്റവും അവസാനമായി ബെനഡിക്ട് 16 മാർപ്പാപ്പ 2006 സന്ദർശിക്കുകയും ചെയ്തു. അങ്ങനെ ഈ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജന്മസ്ഥലം ഇങ്ങനെ എഫേസൂസിൻ്റെ സമീപത്താണെങ്കിലും വിശുദ്ധ ഗ്രന്ഥത്തിലെ കാനോനിക പുസ്തകങ്ങളിൽ ഉൾപ്പെടാത്ത വിശുദ്ധ ജെയിംസിൻ്റെ പ്രോട്ടോ എവങ്കേലിയും സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ ജെറൂസലേമിനടുത്ത് വിശുദ്ധ അന്നയും യോവാക്കിമും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതാപിതാക്കൾ താമസിച്ചിരുന്നതിന് സമീപം 5-ാം നൂറ്റാണ്ടിൽ തന്നെ ഒരു ബസിലിക്ക പണി കഴിച്ചിരുന്നു അത്രേ. അതിൻ്റെ കൂദാശ ദിനം സെപ്റ്റംബർ 8. അങ്ങനെയാണ് ചരിത്രത്തിൽ ഈ ഒരു ദിനം തിരഞ്ഞെടുക്കുവാനുള്ള ഒരു കാരണം. പക്ഷെ അതോടൊപ്പം തന്നെ ഭാഗ്യസ്മരണാർഹനായ 9-ാം പിയൂസ് മാർപ്പാപ്പ ഇൻ എഫാബിലിസ് ദേവൂസ്, അവർണ്ണനീയനായ ദൈവം എന്ന ആ ചാക്രിക ലേഖനം വഴി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ച ദിവസം ഡിസംബർ 8 1854. അന്ന് ആ പ്രഖ്യാപനത്തിൽ ഇപ്രകാരമാണ് 9-ാം പിയൂസ് മാർപ്പാപ്പ വ്യക്തമാക്കിയത്: എത്രയും ഭാഗ്യപ്പെട്ട കന്യകാമറിയം ഉത്ഭവത്തിൻ്റെ പ്രഥമ നിമിഷം മുതൽ മനുഷ്യവംശത്തിൻ്റെ രക്ഷകനായ ഈശോ മിശിഹായുടെ യോഗ്യതകളെ പ്രതി സർവശക്തനായ ദൈവം നൽകിയ പ്രത്യേക വരത്താലും ആനുകൂല്യത്താലും ഉത്ഭവ പാപത്തിൻ്റെ സകല മാലിന്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടുവെന്ന് ദൈവം വെളിപ്പെടുത്തിയതും അതിനാൽ ഉറച്ച് വിശ്വസിക്കേണ്ടതുമാണ്. അങ്ങനെ ഉത്ഭവത്തിൻ്റെ പ്രഥമ നിമിഷം മുതൽ പാപമാലിന്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടു. ഈ ഒരു വിശ്വാസ പ്രഖ്യാപനം കൂടുതൽ സ്ഥിരീകരിക്കപ്പെട്ടത് 1858 മാർച്ച് 25 പരിശുദ്ധ കന്യകാമറിയം തന്നെ ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇപ്രകാരം വ്യക്തമാക്കി: ഞാൻ അമലോത്ഭവയാണ്. അങ്ങനെ ജന്മത്തിൻ്റെ പ്രഥമ നിമിഷം മുതൽ എന്താണ് അതർത്ഥമാക്കുക?
അത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ആ വ്യക്തിയെ സംബന്ധിപ്പിക്കുന്ന ഒരു വിശ്വാസ സത്യം തന്നെയാണ്. മറിയം എന്ന വ്യക്തി ഉത്ഭവത്തിൻ്റെ ആദ്യ ക്ഷണത്തിൽ തന്നെ, അതായത് ആത്മാവ് ശരീരത്തിലേക്ക് നിവേശിക്കപ്പെട്ടുന്ന ആ മുഹൂർത്തത്തിൽ മുതൽ തന്നെ ജന്മപാപത്തിൽ നിന്നും മറ്റെല്ലാ കർമ്മപാപങ്ങളുടെയും സ്പർശനമേൽക്കാതെ കാത്തു സംരക്ഷിക്കപ്പെടുന്നു. ഈ ഒരു വിശ്വാസ പ്രഖ്യാപനം പ്രത്യേകിച്ച് അമലോത്ഭവ തിരുനാൾ ഡിസംബർ 8-ാം തീയതി സഭ ആചരിക്കുമ്പോൾ ആ ഉത്ഭവത്തിൻ്റെ പ്രഥമ നിമിഷം മുതൽ 9 മാസം കണക്ക് കൂട്ടുമ്പോൾ സെപ്റ്റംബർ 8-ാം തീയതിയാണ് പൊതുവായി നിശ്ചിതമായ ഈ ഒരു തീയതി. അങ്ങനെ ഈ സെപ്റ്റംബർ 8-ാം തീയതി നമ്മുടെ എല്ലാം സ്വർഗീയ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പിറന്നാൾ സന്തോഷത്തോടു കൂടെ നാം ആഘോഷിക്കുന്നു. ഈ ഒരു ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഇതിനുവേണ്ടി നാം ഉപവാസമെടുത്തും ത്യാഗമെടുത്തും പ്രാർത്ഥനയിലുമെല്ലാം ഒരുങ്ങുകയായിരുന്നു. അങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങുമ്പോൾ ഈ ദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതലായി കടന്നു വരുന്നു. നിർമ്മല ഹൃദയത്തോടുകൂടെ പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ തന്നെ ദൈവത്തിൽ അടിയുറച്ചാശ്രയിച്ച് വിശ്വസിച്ച് ജീവിക്കുവാൻ, നമ്മുടെയും ജീവിതത്തിലെന്നും ആ വിശുദ്ധിയും പരിപാവനതയും കാത്തുസൂക്ഷിച്ച് ജീവിക്കുവാനും ഈ ഒരു ദിനം നമ്മെ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ആ ധന്യപാദങ്ങൾ പിന്തുടർന്നുകൊണ്ട് നമ്മുടെയും വിശ്വാസ ജീവിതത്തിൽ എന്നും ദൈവത്തിൽ ആശ്രയിച്ച് അവിടുത്തെ വിശുദ്ധഗീതത്തിൽ സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് നമ്മുടെയും ജീവിതം ആ അമ്മയുടെ പോലെ തന്നെ സ്വർഗീയ സന്നിധിയിലേക്ക് നടന്ന് നീങ്ങുന്നതാകണം. വിശുദ്ധ എഫ്രേം, വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം എന്നിവർ മറിയത്തെപ്പറ്റി പറയുക വെണ്മ നിറഞ്ഞ ഒരു ലില്ലി പുഷ്പം എന്നാണ്. വെണ്മ നിറഞ്ഞ ലില്ലി പുഷ്പം. ഇതേപോലെ തന്നെ വിശുദ്ധ ബേർണേഡ്, വിശുദ്ധ ബൊനവെഞ്ചർ എന്നിവർ പറയുക മഞ്ഞിനേക്കാൾ പരിശുദ്ധിയുള്ള പനിനീർ പുഷ്പമാണ് പരിശുദ്ധ മറിയം എന്നാണ്. മഞ്ഞിനേക്കാൾ പരിശുദ്ധിയുള്ളവൾ. അവളെ ഇങ്ങനെ നോക്കുമ്പോൾ, അവളുടെ ജന്മദിനം നാം ആഘോഷിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ പ്രചോദനം നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിഗത ജീവിതത്തിൽ എന്നും സൂക്ഷിക്കേണ്ട ഈ ഒരു ജീവിത വിശുദ്ധി, അതിനെപ്പറ്റിയുള്ള ഓർമ്മയാണ്. ബ്രഹ്മചര്യം, കന്യത്വം, ചാരിത്രം എന്നിവയെല്ലാം ജീവിതത്തിലെ മനോഹരങ്ങളായ കാര്യങ്ങളാണ്. ഏതു ജീവിതത്തിലായാലും പരസ്പരമുള്ള വിശ്വസ്തത, ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കേണ്ട ഹൃദയത്തിൻ്റെ ആർദ്രത, ഇവയെല്ലാം ജീവിതത്തിൽ മനോഹരങ്ങളാണ്. ഈ ഗുണങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു തിരുനാളാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഈ ജനന തിരുനാൾ. ചരിത്രത്തിൽ ഇപ്രകാരമുള്ള ഒരു സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. അബ്ദൽ മലേക് എന്ന ഒരു രാജാവ് ഹിർത്ത എന്ന ഒരു പ്രദേശം ആക്രമിച്ച് കീഴടക്കുന്നു. ഈ അബ്ദൽ മലാഖ് അദ്ദേഹം ആ രാജ്യത്തുള്ള കന്യകമാരെ പിടിച്ച് അദ്ദേഹത്തിൻ്റെ അന്തഃപുരത്തിലെ സംഘത്തോടൊപ്പം ചേർക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ കന്യകമാർ നൊന്തു കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപവാസമെടുത്തു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈ രാജാവ്, അബ്ദേൽ രാജാവ്, 3-ാം ദിവസം നിര്യാതനായിത്തീരുന്നു. അങ്ങനെ രാജാവ് നിര്യാതനായതിലൂടെ ഈ കന്യകമാർ അവരുടെ ജീവിതം എന്നും ദൈവത്തിൻ്റെ മുൻപിൽ വിശുദ്ധിയോടുകൂടെ കാത്തുസൂക്ഷിക്കാനായത്രേ. കേരളത്തിലും
ഇപ്രകാരം ചരിത്രത്തിൽ ഒരു സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. 9-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ ഒരു രാജാവ് അവിടെ ആ പ്രദേശത്തെ ആക്രമിച്ചപ്പോൾ അവിടെയുള്ള കന്യകമാരെ പിടിച്ച് ബന്ധിച്ച് കൊണ്ടുപോകുവാൻ ഒരുമ്പെട്ടു. ഈ പാവപ്പെട്ട സാധു സ്ത്രീകൾ നിസ്സഹായരായി ചെല്ലുക അവിടെയുള്ള ഒരു ദേവാലയത്തിലാണ്. അവരവിടെ പോയി ഉള്ളുരുകി പ്രാർത്ഥിച്ചു. അങ്ങനെ വളരെ അത്ഭുതകരമായി അവർ സംരക്ഷിക്കപ്പെട്ടു അത്രേ. ഇങ്ങനെയുള്ള ഈ ഒരു ജീവിത വിശുദ്ധിയുടെ സംരക്ഷണം പരിശുദ്ധ അമ്മയിൽ നിന്ന് ലഭ്യമാകുന്നതിൻ്റെ കൂടെ ഒരു ഓർമ്മയാണ് ഈ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുനാൾ ദിനം. യഥാർത്ഥത്തിൽ കേരള സഭയിൽ ഈ ഒരു ആചാരം ആദ്യ കാലഘട്ടങ്ങളിൽ 8 ദിവസവും ദേവാലയത്തിൽ പോയി ഭജനമിരുന്ന് അവിടെ നിന്ന് തന്നെ ഇരുന്ന് ഭക്ഷിച്ച് ഇങ്ങനെ വിശ്വസ്തയോടുകൂടെയുള്ള ഒരു ആചാരമായിരുന്നു അത്രേ. കേരള സഭയുടെ നവോത്ഥാനത്തിൻ്റെ തളിർനാമ്പുകൾ മുളനീട്ടിയ നന്മയുടെ ഇതിഹാസമെന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്ന 1599 നടന്ന ഉദയംപേരൂർ സൂനകദോസിൽ അന്നുവരെ സഭാ സമൂഹത്തിൽ നിലനിന്നിരുന്ന പല ദുരാചാരങ്ങളും നിർത്തിയ അവസരത്തിൽ ഈ ഭജനമിരിക്കുന്നത്, പ്രത്യേകിച്ച് ഈ സെപ്റ്റംബർ പിറവിത്തിരുനാളിന് മുൻപ് ആദ്യ ദിവസങ്ങളിലുള്ള ഈ ഭജനമിരിക്കുന്നതും ദേവാലയത്തിൽ ഒരുമിച്ച് പോലുള്ള ആചാരം നിർത്തിയത്രേ. ഏതായാലും ഈ ഒരു ദിനത്തിൻ്റെ പ്രത്യേകത നമുക്ക് പ്രചോദനമാകണം. ഈ ദിനത്തിൻ്റെ മൂല്യവും വിലയുമെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ സാധിക്കണം. പരിശുദ്ധ കന്യകാമാതാവിനെ പറ്റി ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന വളരെ സുന്ദരമായ 2 ചിത്രങ്ങളുണ്ട്. ഒന്ന്, കാലിത്തൊഴുത്തിൽ എല്ലാ പരിമിതികളെയും സ്വീകരിച്ചുകൊണ്ട് തന്നെ ഉണ്ണിയെ കയ്യിലേന്തിക്കൊണ്ട് ആ ഉണ്ണിയെ നോക്കിക്കൊണ്ട് ആ മുഖത്ത് തെളിയുന്ന ഒരു പുഞ്ചിരി. എല്ലാ പരിമിതികളും കാലിത്തൊഴുത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു പുഞ്ചിരി ആ മുഖത്ത് കാത്തുസൂക്ഷിക്കാനാകുക. ഇതേപോലെ തന്നെ കാൽവരി മലമുകളിൽ ആ കുരിശിൽ പിടഞ്ഞു മരിക്കുന്ന അരുമ മകനെ നോക്കിക്കൊണ്ട് ആ അമ്മ നിസ്സഹായായി നിൽക്കുമ്പോഴും വലിയ നൊമ്പരത്തിൻ്റെ കയത്തിൽ നിൽക്കുമ്പോഴും ഒരു പ്രത്യാശ ആ മുഖത്ത് കാത്തുസൂക്ഷിക്കാനാകും. ചോദ്യം ഇതാണ്: ഈ പരിമിതികളുടെ നിമിഷങ്ങളിലും അവസരങ്ങളിലും ഇതുപോലുള്ള ദൈവാശ്രയത്വത്തിൻ്റെ ഒരു പുഞ്ചിരി നമ്മുടെയും ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കാനാകുമോ? പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിറഞ്ഞു നിൽക്കുമ്പോഴും ഇങ്ങനൊരു പ്രത്യാശയോടുകൂടിയുള്ള ഒരു ജീവിതം നമുക്കും സ്വന്തമാക്കാനാകുമോ? അഭിവന്യ കൊർണേലിയസ് ഇലഞ്ഞിക്കൽ പിതാവിൻ്റെ വളരെ സുന്ദരമായ ഒരു ഗാനത്തിൻ്റെ ആദ്യ വരികൾ ഇപ്രകാരമാണ്: കർമ്മല സുമമേ നറുതേൻ കുടമേ, ദൈവകുമാരനെ പെറ്റുവളർത്തിയ നിർവൃതി തൻ നിറകുടമേ. അതിൻ്റെ രണ്ടാമത്തെ ചരണത്തിലേക്ക് വരുമ്പോഴുള്ള മറ്റ് 2 വരികൾ ഇപ്രകാരമാണ്: മുള്ളുകൾക്കിടയിൽ പുഞ്ചിരിക്കും നീയൊരു പുഷ്പ സുഗന്ധമല്ലേ. മുള്ളുകൾക്കിടയിൽ പുഞ്ചിരിക്കാനാകുക, അങ്ങനെ ഒരു പുഷ്പസുഗന്ധം മറ്റുള്ളവരിലേക്ക് പകർത്താനാകുക. മറിയത്തെ പോലെ നമുക്കും അപ്രകാരം സാധിക്കുമോ? മുള്ളുകൾ നിറയുമ്പോൾ പുഞ്ചിരിക്കാനാകുക, ജീവിതത്തിൽ എപ്പോഴും ഈ ഒരു പുഷ്പസുഗന്ധം പരിമളം പരത്താനാകുക. അപ്രകാരം സാധിക്കണമെങ്കിൽ ഈ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതത്തിലെ ചില ശൈലികൾ നമ്മുടെയും സ്വന്തമാക്കണം. ഒന്ന്, പരിശുദ്ധ കന്യകാമറിയത്തെപ്പറ്റി എലിസബത്ത് പറയുക. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം
45 വാക്യത്തിൽ വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവ് അങ്ങയോട് അരുൾ ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചവൾ നീ ഭാഗ്യവതി എന്നാണ് എലിസബത്ത് വ്യക്തമാക്കുക. എന്താണ് കർത്താവ് അവളോട് പറഞ്ഞ കാര്യങ്ങൾ? കർത്താവ് ഗബ്രിയേൽ ദൂതനിലൂടെ പറഞ്ഞത് ഇപ്രകാരമാണ്: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ ആവസിക്കും. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യം. ഈ അത്യുന്നതൻ്റെ ശക്തി എന്നിൽ പ്രവർത്തിക്കുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിലും പരിമിതികളിലും എനിക്ക് പുഞ്ചിരിക്കാനാകും, പ്രത്യാശയോടുകൂടി നിലനിൽക്കാനാകും. ഇതേപോലെ തന്നെ കർത്താവ് നമ്മോടും പ്രിയമുള്ളവരെ പറഞ്ഞു തരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം വാക്യം: എൻ്റെ നാമത്തിൽ പിതാവ് ആശ്വാസകനായ പരിശുദ്ധാത്മാവിനെ അയക്കും. ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകുമ്പോൾ ഈ ഒരു ശക്തി നമ്മിലെന്നും നിറഞ്ഞു നിൽക്കും. മുള്ളുകൾക്കിടയിൽ പുഞ്ചിരിക്കാനാകും, പുഷ്പസുഗന്ധം പരത്താനാകും. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ നാം വീണ്ടും കാണുന്നു: ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. യോഹന്നാൻ്റെ സുവിശേഷം 14:18. യേശുവിൻ്റെ ആ സന്തത സാന്നിധ്യം, ആശ്വാസം നൽകുന്ന സാമീപ്യം എന്നും നമ്മോടൊപ്പം ഉണ്ടാകുമ്പോൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ അവിടുത്തെ ആശ്വാസം എന്നും ഹൃദയത്തിൽ സംഭരിക്കാനാകും. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ അവസാന വാക്യം 28-20: യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഈ ഒരു ഉറപ്പ്, അതാണ് വിശ്വാസം നമുക്ക് നൽകുന്ന കരുത്ത്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും ജീവിതത്തിൽ മുള്ളുകൾക്കിടയിൽ പുഞ്ചിരിക്കാനായതും എന്നും ഈ ഒരു പുഷ്പസുഗന്ധം, പരിമളം മറ്റുള്ളവരിലേക്ക് പരത്താനായതും ഈ ഒരു അടിയുറച്ച വിശ്വാസം കൊണ്ട് തന്നെയാണ്. ജെറമ്യ പ്രവാചകൻ ഇപ്രകാരം പറയുന്നുണ്ട് 20-ാം അധ്യായത്തിൽ: ഞാൻ വഞ്ചിതനായി, ഞാൻ തളർന്നു പോകുന്നു എന്നെല്ലാം പറഞ്ഞ് തൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വ്യക്തമാക്കുമ്പോൾ, യഹോവയോട് പറയുമ്പോഴും, തുടർന്ന് ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നതും ശ്രദ്ധേയമാണ്: ഒരു വീരയോദ്ധാവിനെ പോലെ ദൈവം എന്നോടൊപ്പമുണ്ട്. വിശ്വസിച്ചവൾ ഭാഗ്യവതി. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഒരു വീരയോദ്ധാവിനെ പോലെ ഉണ്ടാകുമെന്ന ഉറച്ച ബോധ്യത്തോടുകൂടെ ജെറമ്യ പ്രവാചകൻ തൻ്റെ ദൗത്യം തുടർന്നതുപോലെ നമുക്കും ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മുന്നോട്ട് പോകാനാകും. വിശ്വസിച്ചവൾ ഭാഗ്യവതി. രണ്ടാമതായി, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെപ്പറ്റി ഗബ്രിയേൽ ദൂതൻ പറയുന്ന ആ ഒരു വാക്ക്: നന്മ നിറഞ്ഞവളെ സ്വസ്തി. എന്നും നന്മ നിറഞ്ഞവൾ ആയിട്ടാണ് പരിശുദ്ധ കന്യകാമറിയം ജീവിക്കുക. വിശ്വസിക്കുന്നവർക്ക് എല്ലാം നന്മയായി പരിണമിക്കാനാകും. പൗലോസ് അപ്പോസ്തലൻ റോമർക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 20-ാം വാക്യം. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദ്യമുയരുമ്പോഴും അതോടൊപ്പം തന്നെ വിവാഹത്തിന് മുൻപ് ഗർഭിണിയായി കാണപ്പെടുമ്പോഴുമൊക്കെ ഈ ഒരു അസ്വസ്ഥത, പ്രയാസം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതത്തിലുണ്ട്. പൂർണ്ണ ഗർഭിണിയായി ബെത്ലഹേമിലെ തെരുവീഥികളിലൂടെ പല ഭവനങ്ങളിലും പല സത്രങ്ങളിലും ഒരു മുറിക്കു വേണ്ടി അന്വേഷിച്ചിറങ്ങുമ്പോഴും മനസ്സിൽ പ്രത്യാശയുണ്ട്. അരുമസുതന് ജന്മമേകുവാൻ ഒരു കാലിത്തൊഴുത്ത് കണ്ടെത്തുമ്പോഴും മനസ്സിൽ ദൈവത്തിലുള്ള ആശ്രയബോധമുണ്ട്. ഗർഭാലസ്യം തീരുന്നതിന് മുൻപ് ഈ കുഞ്ഞിനെ സംരക്ഷിക്കുവാൻ വേണ്ടി ബെത്ലഹേമിൽ നിന്നും പലായനം ചെയ്യുമ്പോഴും ദൈവപിതാവിൻ്റെ സംരക്ഷണം
തങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നുള്ള ഉറച്ച ബോധ്യമുണ്ട്. കാൽവരിയിലെ കുരിശിന് ചുവട്ടിൽ നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മുഖത്തുള്ള ആ പ്രത്യാശയുടെ പിന്നിലുള്ള രഹസ്യവും ഈ വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്നുള്ള വചനത്തിൻ്റെ ആന്തരികാർത്ഥം തന്നെ വ്യക്തമാക്കുന്നു. നമ്മുടെയും ജീവിതത്തിൽ ഇപ്രകാരം ദൈവത്തിൽ അടിയുറച്ച് ആശ്രയിച്ച് വിശ്വസിച്ച് ജീവിക്കുമ്പോൾ തീർച്ചയായും ദൈവപിതാവിൻ്റെ പരിപാലനയുടെ കരം കണ്ടെത്താനാകുന്നു. ഗബ്രിയേൽ ദൂതൻ പറയുക നന്മ നിറഞ്ഞവളെ എന്നാണ്. മറ്റുള്ളവരോടുള്ള കരുതൽ, മറ്റുള്ളവരോടുള്ള സ്നേഹം എന്നും പരിശുദ്ധ കന്യകാമറിയം കാത്തു സൂക്ഷിച്ചിരുന്നു. എലിസബത്തിനെ ശുശ്രൂഷിക്കുവാൻ പോകുമ്പോൾ, തിടുക്കത്തിൽ പോകുമ്പോൾ, കാനായിലെ കല്യാണ വിരുന്നിൽ കരുതലിൻ്റെ സാന്നിധ്യം അവിടെ പ്രകടിപ്പിക്കാനാകുമ്പോൾ, കുരിശിൻ്റെ ചുവട്ടിൽ എല്ലാവരും ഉപേക്ഷിച്ചിട്ടും തൻ്റെ അരുമസുതനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈ നന്മ നിറഞ്ഞവളുടെ ജീവിതത്തിൻ്റെ ശൈലിയാണ് നമ്മോട് വ്യക്തമാക്കുക. പ്രിയമുള്ളവരെ, ഈ അനുഗ്രഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ ദിനം നമുക്ക് ആ അമ്മയിൽ നിന്ന് ഈ നല്ല പാഠങ്ങൾ പഠിക്കാം. എന്നും വിശ്വസിച്ച് ആ ദൈവപിതാവിൻ്റെ സന്നിധിയിൽ നിന്നും ആശ്വാസവും അനുഗ്രഹവും കൃപയും കരുത്തും നമ്മുടെ ജീവിതത്തിലും സ്വന്തമാക്കാൻ, അങ്ങനെ സർവവും സമ്പൂർണ്ണമായി ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രത്യാശയോടുകൂടെ നടന്നു നീങ്ങാൻ, അതോടൊപ്പം തന്നെ നന്മ നിറഞ്ഞവരായി ജീവിതത്തിൻ്റെ പരിശുദ്ധിയും പരിപാവനതയും കാത്തുസൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ, മുള്ളുകൾക്കിടയിൽ പുഞ്ചിരിക്കാൻ, എന്നും സുഗന്ധപുഷ്പ പരിമളം സമൂഹത്തിൽ പരത്തുവാൻ നമുക്ക് പ്രചോദനം നൽകട്ടെ. അമ്മയോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, കന്യകാമാതാവേ, അങ്ങയുടെ പിറവി തിരുനാൾ ദിനത്തിൽ അങ്ങയെപ്പോലെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാനും അങ്ങയെപ്പോലെ നന്മ ഹൃദയത്തിൽ നിറച്ചുകൊണ്ട് കരുതലിൻ്റെ ജീവിതം നയിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.